ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ജനവാസ മേഖലയിലെ റവന്യൂ ഭൂമി സംരക്ഷിത വനഭൂമിയാക്കി മാറ്റാൻ വനം വകുപ്പിന്റെ ഗൂഢനീക്കം. വർഷങ്ങളായി കർഷകർ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷിഭൂമി തട്ടിയെടുക്കാനുള്ള വനപാലകരുടെ നീക്കങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ പൊതുപ്രവർത്തകനും കർഷകനുമായ ടിജോ പി ജോയിക്കെതിരെ കള്ളക്കേസുകളുടെ പരമ്പര. പോലീസിന്റെ ഒത്താശയോടെ നടക്കുന്ന വനംകൊള്ളയ്ക്കും കർഷകദ്രോഹ നടപടിക്കുമെതിരെ സാഫ് സംഘടനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ അനിശ്ചിതകാല ജനകീയ സമരം ആരംഭിക്കുകയാണ്. ഹൈക്കോടതിയുടെ സർക്കാരിന്റെയും ഉത്തരവുകൾ കാറ്റിൽ പറത്തിയാണ് കഞ്ഞിക്കുഴിയിൽ വനം വകുപ്പ് കേരള ഫോറസ്റ്റ് ആക്ട് ദുരുപയോഗം ചെയ്യുന്നത്. തലമുറകളായി കർഷകർ കൃഷി ചെയ്തു പോരുന്ന റവന്യൂ ഭൂമി സംരക്ഷിത വനഭൂമിയാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ച ഭൂവുടമകളെ കുടിയൊഴിപ്പിക്കാനാണ് നീക്കം. സ്വന്തം പുരയിടത്തിലെ കാട് വെട്ടിത്തെളിച്ച കാപ്പിത്തീ നട്ട ടിജോയ്ക്കെതിരെ ഫോറസ്റ്റിൽ അതിക്രമിച്ചു കയറിയെന്ന പേരിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത 5ലധികം കള്ളക്കേസുകളാണ്. വനം വകുപ്പ് ആവശ്യപ്പെടുമ്പോൾ കണ്ണുമടച്ച് എഫ്ഐആർ ഇടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അതിക്രമത്തിനെതിരെ കർഷകർ നൽകുന്ന പരാതികൾ ചവറ്റുകുട്ടിയിൽ അറിയപ്പെടുകയാണ്. കയ്യാല് കെട്ടിയിരിക്കുന്നതിനാണ് ഈ വനം വകുപ്പ് എനിക്കെതിരെ ഒരു കേസ് എടുത്തിട്ടുള്ളത്. അതായത് റിസർവ് ഫോറസ്റ്റിൽ കയ്യാല് കെട്ടിയെന്ന് പറയും. നിങ്ങൾ അതിന്റെ തൊട്ടും അപ്പുറം നിൽക്കുന്ന മാവ് കണ്ടോ? എത്ര വർഷം പഴക്കമുള്ള മാവാണത്? അതിനപ്പുറം ഇരിക്കുന്ന കൃഷി സ്ഥലങ്ങൾ 50-100 വർഷം പഴക്കമുള്ള കൃഷി സ്ഥലങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചാൽ ഒരു മനുഷ്യന് ചോദിക്കാൻ പറ്റില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവർ ചെയ്യുന്നത്. നാളെ ഞാൻ ആ മാവിന്റെ ചോട് തെളിച്ചു കഴിഞ്ഞാൽ അവർ പറയും റിസർവ് ഫോറസ്റ്റിൽ കയറി മണ്ണിളക്കി എന്ന് പറഞ്ഞിട്ട് വേറൊരു കേസ് എഴുതും. അങ്ങനെ 5-6 കേസ് എഴുതി ഒരു പാവപ്പെട്ട മനുഷ്യനെ വലിയൊരു കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കാനാണ് ഈ വനം വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കഴിഞ്ഞിട്ട് പോരാത്ത വന്നു കഴിഞ്ഞാൽ ഇവരെന്നാ ചെയ്യും? ഇവരുടെ അതിർത്തിയിൽ കിടക്കുന്ന ജെണ്ട പൊളിച്ചു മാറ്റിയിട്ട് അതും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പേരിൽ കെട്ടിവെക്കും. ആരാണ് ഇവരോട് ചോദിക്കാൻ? ഞങ്ങൾക്കെതിരെ ആരും ചോദിക്കാനില്ല എന്നുള്ള ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഇവർ ഈ മനുഷ്യനെ മുഴുവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമപരമായി ഒരിഞ്ചു പോലും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നതോടെ നാട്ടുകാരെ ഭയപ്പെടുത്താനും കള്ളക്കേസുകൾ അഴിച്ചുവിടുവാനുമാണ് ഉദ്യോഗസ്ഥരുടെ നീക്കം. കഞ്ഞിക്കുഴി മാമച്ചൻ കുന്നിലെ ഒരു വീട്ടിൽ പുരുഷനില്ലാത്ത സമയം നോക്കി വനിതാ ഉദ്യോഗസ്ഥരില്ലാതെ എത്തിയ വനപാലക സംഘം വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി. വെള്ളക്കടലാസിൽ എഴുതി ചേർത്ത കാര്യങ്ങളിൽ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കാനും ശ്രമിച്ചു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അയൽവാസി ടിജോയെ ഉദ്യോഗസ്ഥർ പരസ്യമായി കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. ഇവരുടെ ഭീഷണിയെ തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത മകൾ മണിക്കൂറുകളോളം ഭയന്നു വിറച്ചു. ഫോറസ്റ്റുകാർ വന്ന് അവർ ഒപ്പിട്ട് തരാമോന്ന് ചോദിച്ചു. ഞാൻ അവരെ മൊഴി എഴുതി ഇത് കൂട്ട് ഒപ്പിടാൻ തുടങ്ങിയപ്പോഴാണ് ടിജോ കയറി വരുന്നത്. ചേട്ടായി വിളിച്ചിട്ടാണ് ടിജോ വന്നത്. ടിജോ വന്ന് മുറ്റത്തോട്ട് കയറുന്നതിന് മുമ്പേ തന്നെ ഫോറസ്റ്റുകാര് അവനെന്തിനാ ഇവിടെ വരുന്നതെന്ന് ചോദ്യം തുടങ്ങി. ഇതുകൂട്ട് ടിജോ വന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ അലമ്പും വഴക്കുമായി മാറി. ഭയങ്കര ഒച്ചപ്പാടും ബഹളമായി. പിന്നെ ഞാനും കൊച്ചു ആകെ പേടിച്ചു പോയി. ടിജോനെ അടിക്കാനായിട്ട് നീങ്ങി വന്ന് പിറ്റിയോട് ചേർത്ത് വെക്കാൻ തുടങ്ങി. എന്നെ ടിജോയുടെ കയ്യിൽ നിന്ന് പേപ്പർ പിടിച്ച് വാങ്ങി ഇത് തട്ടിപ്പറിച്ചോണ്ട് പോയി അവര്. ടിജോ വന്നതാണ് അവർക്ക് പ്രശ്നം. ടിജോനെ എങ്ങനെയും കൊടുക്കണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം. അല്ലാതെ നമ്മളെന്നാ പറയാ? ചോദ്യം ചെയ്യുന്നവരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും വധഭീഷണി മുഴക്കിയെന്നും വരുത്തി തീർത്ത് ഒതുക്കാനാണ് വനം വകുപ്പ് പോലീസ് അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ശ്രമം. റവന്യൂ വനം വകുപ്പുകൾ സംയുക്തമായി അതിർത്തി പുനർനിർമ്മിച്ച കർഷകരുടെ അവകാശം സംരക്ഷിക്കും വരെ പോരാട്ടം തുടരാനാണ് സാഫ് സംഘടനയുടെയും പ്രദേശവാസികളുടെയും തീരുമാനം. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കെട്ടുവിനെ കട്ടവനാക്കുന്ന ഒരു സംവിധാനം അത് ഇവരുടെ ഒരു പ്രധാന പരിപാടിയാണ്. പിന്നെ ആളുകളുടെ അജ്ഞത മുതലെടുത്തിട്ട് അവരെ പേടിപ്പിച്ചിട്ട് ശരിക്കും അത് തന്നെയാണ് നടന്നത്. കഴിഞ്ഞ ദിവസം നടന്നത് തന്നെയാണ്. ഈ ടിജോപ്പയിലെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ തന്നെ ഒരു ജീവനാടിയാണ്. കാരണം ഇത് ചോദിക്കാൻ ചങ്കുറപ്പുള്ള കഞ്ഞിക്കുഴിക്കാരൻ ടിജോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ യുവതിയുടെ ഭർത്താവ് ഇവനെ വിളിച്ച് പറഞ്ഞു വിട്ടത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരാളെ ചോദ്യം ചെയ്യുന്നവരെ എപ്പോഴും തകർക്കുന്ന ഒരു സംവിധാനമാണ് ഡിപ്പാർട്ട്മെന്റിനുള്ളത്. അവരുടെ ഒരു പ്രവൃത്തിയുടെ തുടർ രീതിയാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ടിജോ പി ജോയി എന്നൊരാൾ മാത്രമല്ല, കഞ്ഞിക്കുഴിയിലെ ജനങ്ങൾ മൊത്തം ഇവന്റെ ഒപ്പം ഉണ്ടാകും. കഞ്ഞിക്കുഴിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഞങ്ങൾ എല്ലാവരും ഇവനോടൊപ്പം ഉണ്ടാകും. ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകേണ്ട അധികാരികൾ തന്നെ ജനങ്ങളെ വേട്ടയാടുമ്പോൾ കഞ്ഞിക്കുഴിയിൽ മണ്ണിൽ കർഷകരുടെ ചെറുത്തുനിൽപ്പ് പുതിയ പോരാട്ടമുഖം തുറക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, പടിയേരിക്കണ്ടം.